ഹലോ, എല്ലാവർക്കും സ്വാഗതം. ഡ്രീം വേ മലയാളം എന്ന നമ്മുടെ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ ഡ്രീം വേ ചാനലിൽ പുതിയൊരു വീഡിയോ കാണാം. ഞാൻ ഈയിടെ പോയ ജാർഖണ്ഡ് എന്ന സംസ്ഥാനത്തിലെ ബൊക്കാരോ എന്ന നഗരത്തിലുള്ള ഒരു വിനോദസഞ്ചാര കേന്ദ്രമാണ് ജഗന്നാഥ ക്ഷേത്രം. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളിലേക്ക് പോകാം. ബൊക്കാരോ ജില്ലയിലെ ജവഹർലാൽ നെഹ്റു ബയോളജിക്കൽ പാർക്കിൻ്റെ മുന്നിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഈ ക്ഷേത്രം പൂർണ്ണമായും മാർബിൾ കൊണ്ട് നിർമ്മിച്ച ക്ഷേത്രമാണ്. അതുകൊണ്ട് തന്നെ വളരെയധികം ഭംഗിയുള്ള ക്ഷേത്രമാണ്. ആ ക്ഷേത്രം മുറ്റത്തെ കാഴ്ചകളാണ് നമ്മളിപ്പോൾ കാണുന്നത്. ക്ഷേത്രത്തിൻ്റെ ദൂരെയുള്ള വ്യൂ. നല്ല കാറ്റായിരുന്നു ഞങ്ങൾ ചെന്ന സമയത്ത്. നല്ല വെയിലും ഉണ്ടായിരുന്നു. ചൂട് സമയമാണ്. ഇപ്പം തണുപ്പ് സമയത്ത് പോയാൽ കുറച്ചും കൂടെ ഭംഗിയായിരിക്കും ഇത് കാണാനായിട്ട്. ഒറീസയിലെ ജഗന്നാഥപുരിയിലേതുപോലെ തന്നെയാണ് ഈ ക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നത്. അപ്പം പുറത്ത് വളരെ മനോഹരമായ ഒരു പൂന്തോട്ടമുണ്ട്. അത് ആ സൂര്യക്ഷേത്രമാണ്. കുതിരയെ വലിച്ചുകൊണ്ട് പോകുന്ന സൂര്യക്ഷേത്രമാണ് നമ്മളിപ്പോൾ കണ്ടത്. അതിൻ്റെ കാര്യം ഞാൻ പറയാം. അതുപോലെ തന്നെ ഇത് ഡിസംബർ ജനുവരി സമയങ്ങളിലാണ് കൂടുതലും കാണാൻ ഭംഗി. കാരണം അവിടെ ആ സമയത്ത് നല്ല തണുപ്പാണ്. തണുപ്പ് സമയത്താണ് ഇവിടെ കാണാൻ കൂടുതൽ പൂക്കളും വളരെ മനോഹരമാണ് അന്നേരം കാണാനും. കയറി ചെല്ലുന്നിടത്തൊരു ഇങ്ങനെ നമസ്കാര മണ്ഡപമുണ്ട്. നമസ്കരിക്കുന്ന ഒരു രൂപമുണ്ട്. അവിടെ നിന്ന് നേരെ മുൻപിലോട്ട് പോകുമ്പോൾ ആണ് ഭഗവാന്റെ കൃഷ്ണനും അതുപോലെ തന്നെ ദേവിയും എന്താ പറയുന്നത്, സത്യഭാമയും അതുപോലെ തന്നെ രുക്മിണി ദേവിയുമായിട്ട് രുക്മിണി സമേതനായിട്ടിരിക്കുന്ന രീതിയിലാണ് ഭഗവാന്റെ. അത് അകത്തേക്ക് നേരത്തെ വീഡിയോ എടുക്കാൻ പറ്റുമായിരുന്നു. ഇപ്പോൾ വീഡിയോ അലൗഡല്ല. ഇനിയും പോകുമ്പോൾ വീഡിയോ എടുക്കാൻ പറ്റുമെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും വീഡിയോ എടുക്കുന്നത്. പക്ഷേ എന്നാലും എനിക്ക് മനസ്സുകൊണ്ട് വീഡിയോ എടുക്കുന്നതിനോട് താല്പര്യമില്ല. എന്നാലും ചെന്ന് കാണുന്നതായിരിക്കും ഒന്നുകൂടെ ഭംഗി. അത് നമ്മുടെ മനസ്സിൻ്റെ ഓരോരുത്തരുടെ ഓരോ ഇതാണല്ലോ. അത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. വീഡിയോ എടുക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും വീഡിയോ കാണിക്കുന്നതായിരിക്കും. അപ്പോൾ ഇതിൻ്റെ പുറത്തെ കാഴ്ചകൾ വളരെ ഭംഗിയാണ്. ദശാവതാരങ്ങളെല്ലാം സൈഡിൽ ഇങ്ങനെ ഓരോ രീതിയിൽ കുത്തി വെച്ചിട്ടുണ്ട്. അപ്പം കൊടിക്കൂറയും ഒക്കെ കാണാനായിട്ട് നല്ല ഭംഗിയാണ്. ഓരോ ശില്പങ്ങളും ആ ശില്പങ്ങളൊക്കെ എന്ത് ഭംഗിയായിട്ടാണ് കുത്തി വെച്ചേക്കുന്നതെന്നറിയോ. വളരെ ഭംഗിയുള്ള ക്ഷേത്ര പരിസരമാണ്. ഇതിനുള്ളിലാണ് ഭഗവാൻ ഇരിക്കുന്നത്. മഹാലക്ഷ്മി ഉണ്ട്. അതിന് പ്രത്യേകം പ്രതിഷ്ഠയാണ്. പ്രത്യേക ഒരു ശ്രീകോവിലാണ് മഹാലക്ഷ്മിക്കായിട്ടുള്ള. പിന്നെ നവഗ്രഹങ്ങളുണ്ട്. അതിമനോഹരമായ ഒരു നവഗ്രഹ ക്ഷേത്രം. അതുപോലെ കാശി വിശ്വനാഥ ക്ഷേത്രമുണ്ട്. ഹനുമാനുണ്ട്, ഗണപതി. അതിന് പുറത്തായിട്ട് അതുകൊണ്ട് ഇത് സൂര്യൻ്റെ ക്ഷേത്രമാണ്. സൂര്യക്ഷേത്രമാണ്. രഥങ്ങൾ വലിച്ചുകൊണ്ട് പോകുന്ന സൂര്യക്ഷേത്രമാണ്. സാരഥി അതുപോലെ അതിൽ പറയുന്നത് വളരെ സൂര്യദേവന് സമർപ്പിക്കപ്പെട്ടതാണ്. സെക്ടർ 4 സ്ഥിതി ചെയ്യുന്ന ഈ ക്ഷേത്രം സൂര്യദേവന് സമർപ്പിക്കപ്പെട്ടതിന് വളരെ മനോഹരമായിട്ട് ഉള്ള ക്ഷേത്രമാണ്. ശ്രീകോവിലിൻ്റെ മുമ്പിൽ അതിമനോഹരമായ ഒരു പ്രതിമ കാണാം. അതിൽ സൂര്യദേവൻ ഇരിക്കുന്നതും കുതിരകളെ സാരഥി ഓടിക്കുന്നതായിട്ടും കാണാം. പിന്നെ ഇതിൻ്റെ അടുത്തായിട്ടൊരു കുളമുണ്ട്. ആ കുളം ചട്ടുപൂജ സമയത്ത് ധാരാളം ആളുകൾ, സ്ത്രീകൾ അവിടെ എത്തുന്നുണ്ട്, ചട്ടുപൂജ ചെയ്യുന്നുണ്ട്. സൂര്യദേവന് വേണ്ടി സമർപ്പിക്കുന്ന പൂജയാണത്. എന്ത് ഭംഗിയാണ് കാണാൻ. നോക്കിയേ. നിങ്ങൾ മിസ് ചെയ്യരുത്. ഇതിനെങ്കിലും കമൻറ്റ് ഇടണേ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എന്നുള്ളത് കമൻറ്റ് ചെയ്യണം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഉറപ്പായിട്ടും കമൻറ്റ് ചെയ്യണം. ഭഗവാന്റെ എന്താ പറയുന്നത്, എന്നെക്കൊണ്ട് പറ്റുന്ന വിധത്തിൽ എൻ്റെ ഒരു ചെറിയ ഫോണിലെടുത്ത വീഡിയോ ആണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. എനിക്ക് ഒരുപാട് എനിക്കിഷ്ടപ്പെട്ട ക്ഷേത്രമാണ് ഇത്. എപ്പോൾ ഞാൻ വടക്കേന്ത്യ പോയാലും പോകാൻ ആഗ്രഹിക്കുന്ന ഒരു ക്ഷേത്രമാണ്. കുറച്ച് സമയം നമുക്ക് റിലാക്സ് ചെയ്ത് ചെന്നിരിക്കാൻ പറ്റുന്നുണ്ട്. ഞാൻ പറഞ്ഞത് ശ്രീ മഹാലക്ഷ്മി ക്ഷേത്രമാണ് അത്. നല്ലൊരു അറ്റ്മോസ്ഫിയറാണ് ഇവിടെ കാണാൻ. നല്ല ഭംഗിയാണ്. എന്നാലും ബാക്കി കാഴ്ചകൾ കാണുക. എല്ലാവർക്കും അടുത്ത വീഡിയോ വരുന്നവരെ എല്ലാവരും ആയുരാരോഗ്യത്തോടെ ഇരിക്കട്ടെ എന്ന് ജഗദീശ്വരനോട് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണുക. ഇനി ബാക്കി കാഴ്ചകൾ ഇതിനകത്തുണ്ട്.
ബാക്കി കാഴ്ചകൾ കാണാം.